എന്റെ അമ്മേ. എടാ ശിവ, നന്നായിട്ട് തേക്കണം കേട്ടാ, ഒരു കൊല്ലത്തെ ചെളി കാണും. സമാധാനപ്പെടില്ലാട്ടാ. എടാ ചൊക്ക വെള്ളം എടുക്കടാ. സാറുവരെ ഇനിയും സമയം എടുക്കൂടാ. ചേട്ടനെ 2 വീശാൻ സമയായി. നീ പതുക്കെ കഴിയാൻ പറ്റും ശിവ. എടാ മുത്തു, നീ വലിയ ആളാവണ്ട. ഈ കൊട്ടേഷൻ ഒപ്പിക്കാൻ ഞാൻ പെട്ടപാടെ എനിക്കേ അറിയൂ. സാറ് വരുന്നതിന് മുമ്പ് പണി തീർന്നില്ലെങ്കിൽ കാശിന്റെ കാര്യം ഞാനേക്കൂല. ചേട്ടാ, ഞങ്ങൾ ഈ പണി തീർക്കണോ ഇറങ്ങണോ? ഡാ നീ ഉടക്കാൻ നിക്കല്ലേ. പിന്നെ കാക്കത്ത് കെട്ടത്തിന്റെ പാടൊന്നും കാണല്ലേ. ചക്രാണേട്ടാ, ചെളിയെല്ലാം പോയി. ഇത് അവസാനത്തെ കഴുകല, ഞങ്ങള് നിർത്തി. ചക്രാണേട്ടാ, നമുക്ക് ആ പുരുഷേട്ടനൊന്ന് കൊളിപ്പിച്ചെടുത്താലോ? എങ്കിൽ ഒഴിയടാ ഒരു ബക്കറ്റ് വെള്ളം. ഇതിലൊന്നും നിക്കത്തില്ലടാ. ഡ്രൈ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടി വരും. ഇവൻ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കുളിച്ചിട്ടില്ല. ആ ഹലോ, നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ എത്താം. ആ രാവിലെ വലിയ മടുപ്പാ. നാളെ ഗാന്ധി ജയന്തി അല്ലേ, ഇവിടെ അല്പം തിരക്കുണ്ട്. ആ ഒരു മിനിറ്റ് ഡേയ്, നാളെ ഒരു ദിവസത്തെ പരിപാടിയല്ലേ, ഇത്രയും വൃത്തിയാക്കിയതൊക്കെ മതി. ഹലോ, ആ ഇവിടെ ഒരല്പം പണി നടക്കുക. ഇനാഗ്രേഷൻ മുഖ്യമന്ത്രി തന്നെയാ. ആ അങ്ങേരുടെ സ്വഭാവം അറിയാലോ. ഇവിടെ എങ്ങാനും വല്ല പപ്പും പൂടയും കണ്ടാ മതി, ഞാൻ പിന്നെ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ആ ശരി ശരി, ആ ഞാൻ എത്താൻ നോക്കാം, നിങ്ങൾ തുടങ്ങിക്കോ. ആ വേഗം കഴിയിട്ടറടാ. സോറി സാറേ, പിള്ളേരല്ലേ. ആ പിന്നെ എന്തായി? ഒരു കൊല്ലത്തെ ചെളിയല്ലേ സാറേ, പിള്ളേര് കുറെ പാടുപെട്ടുട്ടാ. താൻ പാടുപെട്ടില്ലല്ലോ. ഇത് പോരെ സാറേ? പോരെ, പേഴ്സണോ? 1/2 മണിക്കൂർ നേരത്തെ പണി, താനാണ് കൊള്ളാലോ. പറഞ്ഞ സമയത്ത് പണി തീർത്ത് തന്നില്ലേ സാറേ? പിള്ളേർക്ക് കൊടുത്ത് എനിക്കും എന്തെങ്കിലും കിട്ടണ്ടേ സാറേ? ആ അതൊക്കെ മതി. ഇച്ചതണ്ടി. എടാ 2 ഗാന്ധി കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഒരു ഗാന്ധി നിങ്ങൾക്ക്, ഒരു ഗാന്ധി എനിക്ക്. അപ്പ മുത്തുവിനാര് ഗാന്ധി കൊടുക്കും? എടാ നിങ്ങൾ 3 പേര് ഷെയർ ഇട്ടെടുക്ക്. പണിയെടുക്കാൻ ഞങ്ങളും കാശ് അടിക്കാൻ ചേട്ടനും. എടാ പണി ഏത് പോലീസുകാരനും ചെയ്യാം, കൊട്ടേഷൻ നിങ്ങൾ പിടിക്കുക. കൊട്ടേഷൻ വേണേ ഞങ്ങളും പിടിക്കും. എടാ നിക്കടാ പിള്ളേരെ, നമുക്ക് അഡ്ജസ്റ്റ് ആക്കാന്നേ. ആ അങ്ങനെ വഴിക്ക് വാ. ആ ചില്ലറയാണല്ലേ, ഞങ്ങക്ക് വേണ്ട. ചേട്ടൻ നോട്ടിട്. മുത്തൂനൊരു പാർലമെന്റ്. എന്നാലേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം. ജയ് ഹിന്ദ്. എടി രമേ നിക്കടി, ഞാനും വരണേ. ചക്രവാണി ചേട്ടൻ പതുക്കെ വന്നാ മതി, ഓഫീസിലൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. ഓ രാവിലെ തന്നെ സ്വൈരം തരൂല്ലോ. ആ പൊട്ട പെട്ടിയൊന്നും അടച്ചു വെച്ചതല്ലേ. നിന്റെ പറമ്പിലാണോടാ എന്റെ കടയിൽ ഇരിക്കണത്? നീ വേറെ എവിടെങ്കിലും പോയി പഠിക്കണം. ഓ ഈ തള്ളയോടൊന്നും പറയാനും പറ്റില്ലല്ലോ. ഓ ചേട്ടാ ഒന്ന് പെട്ടെന്ന് തീർക്കാം, എനിക്ക് പണിക്ക് പോകാനാണെന്ന്. നിന്റെ കാര്യം നടക്കണമെങ്കിൽ നീ വേറെ വല്ലതിന്റെ അടുത്തും പോയി പഠിക്കും, നേരം കളയാണ്ട്. ഓ അലമ്പ്. ചേട്ടാ ഒന്ന് ഉടക്ക് നിർത്തിയിട്ട് ഒന്ന് പെട്ടെന്ന് തീർക്കുന്നുണ്ടോ? അവൻ ഒരാളെ കിട്ടിയ പിന്നെ 4 കാലല്ല. നീ പോടാ ചേർക്ക. തള്ളേ ഞാൻ അങ്ങോട്ട് വന്നാണ്ടല്ലോ. ആ സ്കൂളിൽ മണി അടിച്ചടി, വെക്ക ഓടി പൊടി വേണേ. ശിവ എന്നെ കൂടി കൊണ്ടുപോടാ. അവനെ അങ്ങോട്ട് ചുമന്ന് മാറ്റടാ. വണ്ടി ഇറക്കണ ഹൈക്കോർട്ടില് പോണം. എവളോ പൈസ കൊടുത്താലും ഇവറ്റകൾക്ക് പോകാതെ. വിളയാട്ട് സാമിക്കിട്ട് വേണം. മലയാളി ചോറ് വാങ്ങണ. എനക്ക് വേണ്ട, നീ പോ. നിന്റെ ഒരു സാപ്പാട് പോടാ. ചേട്ടാ ഞാൻ പോണു. നീ എവിടെ നില്ലടാ? ചേട്ടന് ഒന്നടിക്കാനുള്ള ആളെ കിട്ടി. എനിക്ക് 2 ടിക്കറ്റ് കിട്ടില്ലെങ്കിലേ ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പറ്റൂല. ഒന്നേ വഴിക്ക് അല്ലെങ്കിൽ വർത്താനം കുറെ നേരം അല്ല തുടങ്ങിയിട്ട്. ഈ 100 പഠിക്കാൻ കുറെ സമയം എടുത്തു. ചേട്ടന് തിരക്കാണ്, ചെയ്തതിന്റെ കാശ് എന്നിട്ട് പോയിക്കോ.
ആ ഷൺമുഖ ഇതൊന്നും നോക്കടാ. എന്താ ചേട്ടാ 2 നമ്പർ തെറ്റി. അടുത്ത തവണ ഉറപ്പാ. ഒരെണ്ണം കൂടെ എടുക്ക്. നിന്റെ ടിക്കറ്റ് എടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ചേട്ടന്റെ തലവര പഠിക്കില്ല. അത് ഞാൻ വിചാരിച്ചാ മാറൂല. എനിക്ക് തോന്നുന്നു അവന്റെ ടിക്കറ്റ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നീ ഒറിജിനല്ല വഴിക. ഹലോ 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 അലമ്പ് ദിവസാണ്. ചില്ലറയുള്ള ഒരു ദണ്ഡിനെയും കാണുന്നില്ലല്ലോ. ഓടറാ പക്ഷി കഴിവ് കപ്പലോട്ടം വെച്ചത്. ഇരുന്ന് തൂറണവന്റെ തലയിൽ പറന്നു തൂറണ. ഇവിടെയാണ് മനുഷ്യൻ തോറ്റുപോണതപ്പാ. എടാ കലണ്ടറേ, ഇന്നെന്റെ സമയം ശരിയല്ല ഏട്ടാ. ഞാനൊരു റൗണ്ട് അടിച്ചിട്ട് വരാം. കുയില, എടാ പാണ്ടി, എവിടെടാ പലിശ? കുറെ നാളായിട്ട് നീ എന്നെ കളിപ്പിക്കണാണല്ലോ. ചേട്ടാ ഞാൻ അങ്ങോട്ട് വരാതിരിക്കണായിരുന്നു. ഓ, അങ്ങോട്ട് വരാനായിട്ട് നീ ഇവിടെ ഇരിക്കണായിരുന്നാ? ഇങ്ങനെയാണെങ്കിൽ നീ ഇവിടെ അധികം ഇരിക്കത്തില്ല. കാശട് കാശട്. ബാക്കി എവിടെടാ? കാര്യമായ പണിയൊന്നുമില്ല മച്ചു, അതുകൊണ്ടാ. എനിക്കും പണി കുറവാ. എനിക്കിട്ട് പണിയല്ല കേട്ടാ. 2 ദിവസം നിൽക്കേ, ഞാൻ അങ്ങോട്ട് വരാം. ശരി ശരി, എന്നെ നീ ഇങ്ങോട്ട് വരുത്തല്ല കേട്ടാ. ആ എടാ, നിങ്ങ വന്ന നന്നായി. ഈ സ്ഥലം പോരടാ, ഒരു സാധനം തടയണില്ല കേട്ടാ. എന്തു പറ്റിയേട്ടാ? നിങ്ങ എന്നെ കച്ചേരിപ്പടി കൊണ്ടുപോയാക്ക്. ഇവിടത്തെ കസ്റ്റമേഴ്സ് ശരിയല്ല കേട്ടാ. വന്നോളൂ, നമുക്ക് എണിയായി. അള്ളേ, ഈ ഏരിയയില് കംപ്ലീറ്റ് തെണ്ടികളാണ് കേട്ടാ. ഓ, ഈ ലോകത്ത് തെണ്ടിയല്ലാത്ത ഓരോരാളേ ഉള്ളൂ. അതാര്? ചേട്ടൻ. കച്ചേരിപ്പടിയൊക്കെ നല്ല മറിയണ്ടേ വേട്ടാ. വെറുതെ തോന്നണാണ് മോനെ. നിങ്ങ എന്നെ കച്ചേരിപ്പടിയിലാക്കിയാ മതി. എന്റെ സുനിയപ്പൻ ചേട്ടാ, എത്ര പ്രാവശ്യം പറഞ്ഞു എന്റെ പുറകെ ഇങ്ങനെ നടക്കല്ലേന്ന്. എടി രമേ, നിന്റെ പുറകെ നടക്കാനും ആരെങ്കിലും വേണ്ടടി. എന്റെ ചേട്ടാ, എന്റെ കൂടെ നടക്കാനുള്ള ആളെ വീട്ടുകാര് നോക്കണ്ട്. ചേട്ടൻ വിഷമിക്കണ്ട. ഉവടി, അത് ഞാൻ എപ്പ പൊളിച്ചടുക്കി നോക്കിയാ മതി. അതിപ്പോ നടക്കും. ചേട്ടൻ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയൊന്നും പോരല്ലേ? ഓ നിന്റെ അമ്മ. എടി, ഞാൻ നിനക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. എനിക്കിപ്പോ ഒരു ജോലി ഉണ്ട്. ഓ, നിന്റെ ഒരു ജോലി കരിമുഖം കൊണ്ടുള്ള ജോലിയല്ലേ? എടി, ഇത് ഹോട്ടലാ. AC എന്ന് പറഞ്ഞാ ഊട്ടി പോലിരിക്കും. 4 മാസം കൊണ്ട് നീ വെളുത്ത് തൊടുത്തിങ് പോരൂല്ലേ? ചേട്ടൻ വെറുതെ പുളു അടിക്കില്ലേ? സുനി, എന്ത് പാർട്ടിയോ? ഇന്ത്യനോ ഫോറിനോ? ഹാ, എന്നാത്തൊരു ചിക്കലി അടയും. സമയത്തിന് ഞാൻ എത്തിയേക്കാം. രമേ, രമേ, എടി നീ എന്റെ ഒരു വില കേട്ടോടി. ഓവർ ടൈമിന് എന്നെ വിളിക്കണാണ്. ഞാൻ ബിസിയാ. പിന്നെ നിന്റെ ജോലിയുടെ കാര്യം ഞാൻ ഏറ്റി. പോയാലും വേണ്ടില്ല, എടുക്കുന്നത് മുഴുവൻ കുടിക്കും. നിന്റെ അച്ഛനാടി അച്ഛൻ കുടിച്ചു പറഞ്ഞ നേരത്തെ ഒന്നും പറയരുതെന്ന് ഞാൻ അമ്മയുടെ പറയണല്ലേ? നിങ്ങ എന്തിനാ പിടിക്കണേ? അവരെ അടിച്ചു തീർക്കണ്ടാ. ഇതിനൊക്കെ കാരണം. ഓ, അത് ശരി. ഏതപ്പം വന്നാലും അമ്മയ്ക്ക് കിടക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. പുഴ കത്തുമ്പോ വാഴ വെട്ടുന്നത് കാണാൻ നല്ല രസമാണല്ലേ? ഞാൻ നോക്കിക്കോളാം. എടി പെണ്ണ, ഇവിടെ തിരക്കൊന്നുമില്ലല്ലോ. ചേട്ടൻ വന്ന കാര്യം പറ. അതെ, നാട്ടിലുള്ള മൊത്തം കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ സുനിയപ്പൻ ആളൊരു കോഴിയാ. നീ പെട്ടേക്കല്ലേ. അവന് സ്റ്റാർ ഹോട്ടലിലാ പണി. എന്ത് പണി? പല്ലിയേയും പാറ്റയും കൊല്ലല്. അവനൊരു 8 കാലിയാണ് കേട്ടാ. അവൻ 8 കാലിയാണെ വലയും കെട്ടി ഇരിക്കുകയുള്ളൂ. പെണ്ണെ, അവൻ പെശക. നീ അവന്റെ വലയപ്പെടൂല്ലെന്ന് എനിക്കറിയാം.
ഇന്ന് കളക്ഷൻ ഭയങ്കര മോശം. നിന്റെ വല്ല ഉണ്ടാ? എന്തേലൊന്നുമില്ല. ചേട്ടൻ തരാനുള്ള ആദ്യം താ. ഓ, ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാനുണ്ടല്ലേ? എല്ലാം കൂടി പലിശ അടക്കം ഒരുമിച്ച് തന്നേക്കാം. നീ ഇപ്പോ അത്യാവശ്യം ഒരു 50 മണി സിംഗ. നീ ഇത് കണ്ട തൽക്കാലം വേറെ ഒന്ന് മാറട്ടെ. അയ്യ, ചേട്ടൻ എന്റെ അച്ഛനെ കുടിപ്പിക്കുന്നേ. എന്തായൊക്കെ സ്വന്തമായിട്ട് കുടിക്കാൻ അറിഞ്ഞൂടെ? ഓ, 5 പൈസ ഞാൻ തരില്ല. എടി, നിന്റെ ബാഗിൽ ഉണ്ടല്ല. ആ ഉണ്ട്, പക്ഷെ അത് കിട്ടുന്ന വിചാരിക്കണ്ട. നീ പറഞ്ഞ എടി പെണ്ണെ, ഒരു 50. ഛെ. ഓ ശല്യം, മേലെ എന്റെ അടുത്ത് വരരുത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല കാലം വരാൻ പ്രാർത്ഥിക്ക്. പറ്റിയ നാളെ കാണാട്ടാ. ഉടക്കാക്കി വിടക്കാക്കല്ലേട്ടാ സഫറെ. പലിശയും കിടറ. ചേട്ടാ, പള്ളിപ്പെരുന്നാൾ വരുന്നുണ്ട്. നല്ല കൊയ്ത്തായിരിക്കും. അപ്പെല്ലാം തീർത്തരാം. അല്ല, ഇത് എത്രാമത്തെ പെരുന്നാളാണ്ടാ? നിന്റെ വാക്ക് പഴയ ചാക്ക് പോലെ ആവണുണ്ട് കേട്ടാ. ഞാനൊന്ന് പോയി കിടക്കട്ടെ. കിടക്കാനൊന്നും സമയം കേട്ടോ. ഷട്ടുണിക്കാൻ നമുക്ക് പോകണം. നിനക്കെന്താ അത്ര ക്ഷീണം? അച്ഛൻ നിന്നെ വീട്ടിൽ കിടത്തി ഓർക്കില്ലേ? ഇവന്റെ അച്ഛൻ്റെ ഒരു കാര്യം, വെള്ളടിച്ചാ വയറ്റ കിടക്കില്ല. ഇവന്റെ അച്ഛൻ കാരണം എന്റെ അച്ഛൻ ഒരു വഴിയായി. എടാ, നിന്റെ അച്ഛനാ എന്റെ അച്ഛന് വെള്ളം മേടിച്ചു കൊടുക്കണേ. ചൊക്ക, നീ മിണ്ടാതിരി. നിന്റെ അച്ഛന്റെ കാര്യം എല്ലാവർക്കും അറിയാം. അലമാണല്ലോ, എനിക്കൊരു അച്ഛനുണ്ട്. നിനക്ക് അതുമില്ലല്ലോ. ഉണ്ടാ, എന്റെ അച്ഛൻ ബോംബെയിലുണ്ട്. ഓ, നിന്റെ അച്ഛൻ ഇപ്പൊ ബോംബെയിൽ ട്രെയിൻ കയറി വരാൻ പോലെ. നോക്കിക്കടാ, എന്റെ അച്ഛൻ ഒരു ദിവസം വരും. അവൻ ആർക്കടെ അച്ഛനാണെങ്കിലും പറയാം. അവന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ എടുക്കും. നിക്കടാ ശിവ, ഷട്ടറിലേക്ക് പോവാ. ചൊളയുണ്ടാ, ഏത് ചരക്കും വീഴും. ലതയുണ്ടല്ല, അവൾ എന്റെ പുറകെ കൊറേ നടന്നതാ. നമ്മ പിടികൊടുത്തില്ല. എന്റെ ചേട്ടാ, ചേട്ടൻ അത്ര സ്പീഡായിരുന്നോ? ഇപ്പൊ നമ്മ കുറച്ച് സ്പീഡ് കുറവാ. എന്നാ കേട്ടോ, അവളുടെ കൊച്ചൊരെണ്ണം എന്റെയാ. എന്റെ പള്ളി പിള്ളേരാ. നിർത്ത് നിർത്ത് നിർത്ത്. നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ, ഞാനൊരു ലതയായിട്ടുള്ള ഡിംഗ്വേളിഫിക്കേഷൻ. അവക്ക് അറിയത് അറിഞ്ഞ ചേട്ടൻ വണ്ടി ഓടേണ്ടി വരും. സുനി, നിനക്ക് കഥ അറിയാഞ്ഞിട്ടാ. ചേട്ടൻ ഓരോന്നൂടെ ഒഴുക്കി കഥയോട് കേക്കാലോ. കാശ് കൊടുത്ത് കഴിക്കണ പട്ടിയെ വാങ്ങിച്ച പോലെ ആയല്ലേ. നീ എന്നാലും ലതയെ കുറിച്ച് അങ്ങനെ പറയാൻ ശരിയല്ല കേട്ടോ. എന്ത് ശരിയല്ലെന്ന്? നമ്മ ഒരു സത്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് കൂടി നമ്മക്കിട്ടാക്കണം. എടാ, അടിക്കണമെങ്കിൽ ബോംബെയിലെ സാന്ദ്ര അടിക്കണം. ഒരെണ്ണം അടിച്ചാൽ ഏത് പിച്ചക്കാരനും പിച്ച വെച്ചു. ഓ, ചേട്ടന്റെ ഒരു ബോംബ. ചേട്ടൻ ബോംബ കണ്ടിട്ടുണ്ടോ? നീ അധികം മേലേ. ആ, ലെവലിക്കൊഴി. ഓസിനടിക്കുമ്പോ ഇത്രയൊക്കെ അടിച്ചാ മതി. ആ, നമ്മ ഷെയർ ഇടാത്തപ്പോ നമ്മക്ക് കുറച്ച്. ഓസിന് കിട്ടിയ ആസിഡ് അടിക്കുന്നവനല്ലേ നീ? കാശ് കൈ വന്ന പീസുകളെ കൊണ്ട് സിനിമക്ക് പോക്കല്ലേ നിന്റെ പണി. സിനിമയ്ക്ക് കൊണ്ടുപോല് മാത്രല്ല, ഹോട്ടലിൽ ഇവന് മറ്റേ പണിയാ. ഏയ്, കൂടുതൽ കബൂറാക്കല്ലേ. ഇപ്പൊ വരാട്ടോ. ചിലതൊക്കെ നിന്നെപ്പറ്റി ഞാൻ കേൾക്കണുണ്ട് കേട്ടാ. നീ എല്ലായിടത്തും വളക്കണ പണി രമയുടെ അടുത്ത് വേണ്ടട്ടാ. അവളെ എങ്ങാൻ വളച്ചോണ്ട് പോയാ തോളയിടട്ടാ. എടാ ചക്രവാണി, എന്താടാ അവിടെ? ഇവിടെ ഒന്നുമില്ലട്ടാ. നിങ്ങൾ വിട്ടോ. ഇന്ന് നേരത്തെ തന്നെ ഷട്ടറിട്ട് ചെറുതടി തുടങ്ങിയോടാ. ഇടയ്ക്കൊരു ടൈം പാസ് വേണ്ട ചേട്ടാ. നിനക്ക് വേണേ ഗ്ലാസ് ആട്ട്. കഴിഞ്ഞില്ലേ? ഗ്ലാസ് ചെറുതായിരുന്നല്ല. വിട്ടോ വിട്ടോ. ചേട്ടൻ ഇവിടെ നിൽക്കാതെ ആ പോസ്റ്ററെ കയറി നിൽക്ക്. ഒരു കമ്പനി കൊടുക്ക്. ഞാൻ എത്ര നേരായി കാത്തു നിൽക്കണു. എനിക്കൊരു സ്നേഹമല്ലട്ടി പെണ്ണേ. എന്റെ സ്നേഹം ഞാനിപ്പോ കാണിച്ചു. നബടി സുനിയപ്പ, ഇതെവിടെ ഒപ്പിച്ച്? സ്റ്റാർ ഹോട്ടൽ ഇതുപോലെ പലതും കിട്ടൂടി. ഇതൊരു മതാമ തന്നതാ. സ്റ്റാർ ഹോട്ടലിൽ നീ കണ്ടിട്ടില്ലല്ലോ. കാണണം, നേരിട്ട് വന്ന് കാണടി. ഡാൻസ്, പാട്ട്, ഫാഷൻ ഷോ
അവിടെ അടിപൊളിയല്ലേ? ഓ പിന്നെ സുനിപ്പം വെറുതെ തള്ളല്ലേ. ഒരു പണിയുടെ കാര്യം പറഞ്ഞിട്ട് കുറെ നാളായല്ലോ. ആ അത് പറയാൻ വിട്ടു. നിന്റെ പണിയുടെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. വലിയ ഹോട്ടലിലൊക്കെ ആകുമ്പോ പക്ഷേ നിന്റെ ഈ കോലത്തിൽ നടക്കൂല. നല്ല അടിപൊളിയ ഡ്രസ് വേണം. എനിക്ക് ഇതൊക്കെ ഉള്ളു കേട്ടോ. ആ നീ പേടിക്കണ്ടടി, ഞാൻ വാങ്ങിച്ചു തരാം. ഞാനെന്നാ വീട്ടിൽ പറയട്ടെ. അയ്യോ അതൊന്നും ഇപ്പൊ പറയണ്ട, അതൊക്കെ ജോലി കിട്ടിയിട്ട് മതി. വാസന്തി ചേച്ചി ഒന്ന് ഞെട്ടട്ടെ. എടീ സ്റ്റാർ ഹോട്ടലിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞ നീ ആരാ? പണിയൊക്കെ ഞാൻ ശരിയാക്കി തരാം, പക്ഷേ ചെലവുണ്ട് കേട്ടാ. വന്നപ്പോ തുടങ്ങിയതാ. ദേ മനുഷ്യ, നിങ്ങൾക്ക് വേണേ വന്ന് ചോറ് തിന്ന്. എടെ മുത്തു, നിനക്ക് വേണേ വന്ന് കൈ കഴിയിരിക്കെ. എന്താടാ ശിവ പാത്രമൊക്കെ ആയിട്ട്? ചിക്കൻ കറിയാ. നാവരുചിയായിട്ട് വല്ലതും കഴിച്ചിട്ട് നാള് കുറെ ആയിട്ടാ. ശിവ വാടാ ചോറ് തിന്നാം. ആ ഈ ഇടുപ്പോടുന്നടാ, അമ്മ കൊണ്ടുവന്നാടാ. ചിക്കൻ കറിയാ ചേച്ചി. ഓ ഇത് അമ്മ കൊണ്ടുവന്നത് അല്ലയോടാ? ലൂനിക്കുഞ്ഞിന്റെ പിറന്നാളായിരുന്നു. നീ വല്ലതും കഴിച്ചാടാ? എടാ ഒറ്റക്കാല, എന്റെ വെട്ടിനറിയിരുന്ന പൈസ എന്തിയടാ? തെണ്ടി കെട്ടുന്നേ കുടിക്കണം, പിന്നെ എന്റെ കയ്യിലിരിക്കുന്നേ കട്ടു കുടിക്കണോ? ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. നിന്നെ ഇനി ഇവിടെ കിടക്കുന്ന പ്രശ്നമില്ലടാ. തള്ളയെ കിടന്ന് അലറി വിളിക്കട്ടെ. ഞാൻ നിങ്ങളുടെ കാശൊന്നും എടുത്തിട്ടില്ല. എന്താടാ ചക്രപാണി അവിടെ റോഡൊക്കെ? എന്നെ കണ്ട തള്ള കപ്പ എന്റെ ബെക്കിട്ട് കയറണം. തണ്ടി നിന്നെ പോലെ തെണ്ടി കെട്ടിയ കാശല്ലടാ, ഞാൻ പെട്ടിക്കട നടത്തി പണിപ്പെട്ടുണ്ടാക്കിയ കാശാടാ. തള്ളയുടെ പണി നോക്ക് തള്ളേ. തെണ്ടല് ഞങ്ങൾക്കടെ അവകാശാണ്. ഓ തള്ളയും കൊള്ളാം, അവനും കൊള്ളാം. ഇന്നൊരു ഷോ കാണാട്ടാ. എടാ തെണ്ടിയുടെ മോനെ, കാലം പാടില്ലാത്തവനാണെന്ന് കരുതി ഞാൻ നിന്നെ ഇവിടെ കിടത്തിയിരിക്കണേ. തള്ളയെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നോക്കാൻ ആരുമില്ലാന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കണേ. എന്റെ കൂടെ കിടക്കാൻ നീ എന്റെ കെട്ടിയോനാ? ഈ തള്ള വാ തുറന്ന് വിടക്ക് വർത്താനേ പറയുള്ളൂ. ചേട്ടാ അലമുണ്ടാക്കാതെ വാ ചേട്ടാ. നീ പോടാ, ഈ തള്ളക്കെട്ടിന്നൊരു പണി കൊടുത്തിട്ടേ നീ കാര്യം. പോടാ ഒറ്റക്കാല. അയ്യോ എന്നെ കൊന്നേ. എടാ ശിവ, നീ വീട്ടിൽ പോ. ഇത് ഇവക്കടെ സ്ഥിരം പരിപാടിയാ. ചേട്ടൻ വാ. അയ്യോ ഇന്നത്തേക്ക് ഇത്രയും മതി അല്ലേടാ? ഈ കോളനിയിൽ ആരും ഇല്ലേ? അയ്യോ ഇവിടെ വാടാ. ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല ചക്രപാണി അണ്ണ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഊളത്തരം കാണിച്ചിട്ട് മറ്റേ വർത്താനം പറയണടാ. വാസന്തി അറിയാത്തത് നിന്റെ ഭാഗ്യാട്ടാ. അവൾ ഓടി എന്റെ അടുത്താ വന്നേ. മേലാ ഒരു അബദ്ധം പറ്റിയതാണ് കേട്ടാ, മേലെ ഞാൻ ചെയ്യൂല. പോടാ, നിന്നാ ഞാൻ ഇനിയും പടക്കോട്ടാ. ബലൂൺ ബലൂൺ പേപ്പേ, ആ ബലൂൺ പേപ്പേ. നിക്കടാ അവിടെ. കാശുമില്ല, പലിശയില്ല, അഡ്രസ്സും ഇല്ല. ഇന്ത്യയുടെ എണ്ണ കുവൈറ്റിൽ വിൽക്കല്ലേ മോനെ. ഇപ്പൊ നീ വിട്ടാ നമ്മ നിന്നെ പിടിച്ചോളാട്ടാ. നമ്മ അവന് സ്ഥിരം കാശ് കൊടുത്തോണ്ടിരുന്നതാ. ആദ്യമൊക്കെ കാശും പലിശയും കറക്റ്റായിട്ട് തന്നോണ്ടിരുന്നു. അതാ ഞാൻ പിന്നെയും കൊടുത്തേ. ഇപ്പൊ അവൻ നമ്മളെ വലിപ്പിക്കണാണ്. അവനെ കൈയോടെ പിടിക്കണം. പറ്റിയ രണ്ടെണ്ണം പൊട്ടിച്ചോ. ചേട്ടാ ആളെ കാട്ട്, ബാക്കി നമ്മേറ്റ്. ആ അത് തന്നെ. ചെല്ലണ പാടെ രണ്ടെണ്ണം പൊട്ടിക്കണം. പിന്നെ കാര്യം പറഞ്ഞാ മതി. എന്നാ വാനേ. ചക്രപാണി സാഫ്ര എങ്ങ ഇറങ്ങിയോടാ? ആരാ? എന്താ സാഫ്ര അവിടെ വിളിക്കി. എന്താ കാര്യം? ബലൂണിനോ പീപ്പിക്കോ? ബലൂണിനും പീപ്പിക്കൊന്നും അല്ല. അവനെ ഇറക്കി വിട്. അവൻ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് മുങ്ങിയതാ. പലിശ വാങ്ങാൻ വന്നതാ ഞാൻ. പലിശയോ പൈസയാ? കാശും കൊണ്ട് ഞങ്ങൾ പോളോ. സാഫറിനെ വിട്. വ്യാപാരத்துக்கு പോയിട്ട് ഇന്നേക്ക് താൻ വന്നിരിക്കാറ്. ഇവനെ കൊണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാണ്ടായല്ലോ. എന്തൊരു കട്ടാണ്. ചക്രപാണി, ചക്രപാണി. ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇന്നലത്തെ ഹാങ് ഓവർ ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ടാ. സ്വാമി ഇരിക്കും. ഞാൻ ഇരിക്കണതൊക്കെ വന്നതല്ലേ. നീ എന്താ കണ്ടെയ്നറിന് കാശട് ഇല്ലേനാ ഇപ്പൊ പൊളിച്ചോണ്ട് പോകും. പൊളിക്കാനാ? சாமி ஏதாவது பிரச்சனை இருந்தா இவன் கிட்ட தீர்க்கணும். இங்க வந்து கயாட்டே வேண்டாம், அதெல்லாம் வெளியில. സാറിനെയും തള്ളയുടെ മോനും കൂടി പൊട്ടം കളി കളിക്കരുത്. എനിക്ക് എന്റെ കാശ് കിട്ടണം. ഇല്ലേനാ ഞാൻ പോലീസിനെ കൂപ്പിടുവേ. പോലീസാ? എന്നാ നിങ്ങ പോലീസിനെ വിളി, എന്നിട്ട് നമുക്ക് തീർക്കാം. പോലീസ് വന്നാ ആദ്യം നിങ്ങ ഉള്ളി പോവും. ചക്രപാണി ഞാൻ അങ്ങനെ சொல்லல. എങ്ങനെ சொல்லல? താനിത് കട്ട കണ്ടെയ്നർ അല്ലോടോ. അതല്ല ചക്രപാണി. പിന്നെ കാശ് അത് കൈ കിട്ടുമ്പോ ഞാൻ അങ്ങ് എത്തിക്കും. മതി മതി, അത് മതി. എനിക്ക് അങ്ങ് 100 കൂട്ടം വേല ഇருக்கு. വരട്ടുമാ? അവക്ക് തീരെ പാടില്ല. ആ ചെക്കനൊരു കര പറ്റിയിരുന്നെങ്കിൽ
അവർക്കുടെ പ്രയാസങ്ങളൊക്കെ മാറിയനെ. ആ പെണ്ണാണെങ്കിൽ നന്നായി പഠിക്കുകയും ചെയ്യും. രണ്ടാളും പരദൂഷണം നിർത്തി പണിയെടുക്കാൻ നോക്കട്ടാ. ആ മേശരി അവിടെ കിടന്ന് ഇളകുക. ഹലോ, ഈ പണി ബോറടിച്ചു തുടങ്ങി. ചക്രവാണി അണ്ണൻ കൂടി ശരിയല്ലേ? പോടെ. നമുക്ക് പോവാം, നമുക്ക് പോവാം. നിക്കടെ കേരള വണ്ടിയില് നിനക്ക് ഈ ഭാഗത്ത് കണ്ടുപോകുന്ന പറഞ്ഞിട്ടുള്ളടാ. അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. അയ്യോ, അധ്വാനിച്ച് ജീവിക്കാൻ സമ്മതിക്കല്ലേ? എന്തൊരു കഷ്ടമാണ് സാറേ, എന്തൊരു രാജ്യമാണ് സാറേ ഇത്. ഇങ്ങോട്ട് പാടാ. ഇത് റേഷനരിയാണ് കേട്ടാ. ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും. ഓ, നീ കുത്തരി മാത്രമേ ഞണ്ണുള്ളൂ. ആ, ലോകത്തുള്ള കംപ്ലീറ്റ് തെണ്ടികളും ഉണ്ടല്ലോ. ഞണ്ണിക്കോ ഞണ്ണിക്കോ, ഓസിന് ഞണ്ണിക്കോ. അല്ല സാറേ, ഒന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്തെ എല്ലാ തെണ്ടികളെയും എല്ലാ കാലത്തും തീറ്റിപ്പറ്റാവുന്ന നിങ്ങൾ ഏറ്റിട്ടുണ്ടാ? അവനെ നോക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. അവൻ പുലിവാലി കേസാ സാറേ. പിന്നെ എന്ത് ചെയ്യണം? അവനെ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് പൂർവ്വ ഹോമിൽ നിന്ന് ചാടിപ്പോയതാന്ന് എഴുതിയാ മതി. അങ്ങനെ മതിയോ? അത് മതി സാറേ. നിക്കണാ പോണാ? ഗവൺമെന്റിന്റെ പണി എന്താണ്? പെരപൊളിച്ച് മാറ്റലാണ്. നമ്മ തെണ്ടികളെ നിന്ന് തെണ്ടിയാണ് സർക്കാർ കാശുണ്ടാക്കണേ. എന്നിട്ടിപ്പോ നമുക്ക് തന്നെ പാര. നിനക്ക് പേടിയാണെങ്കിൽ നീ പോ. ഞങ്ങൾക്കടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ വെറുതെ സർക്കാരിനോട് കളിക്കാൻ നിൽക്കണ്ട. അവരെന്തായാലും ഇത് പൊളിച്ചെടുക്കുന്ന എനിക്ക് തോന്നുന്നു. എടാ പേടി തൂറി, നീ വിട്ടു പോ. നമ്മ കളി തുടങ്ങിയിട്ട് കൊല്ലം കുറെ ആയടാ. നമ്മ എങ്ങോട്ടേക്കും പോണില്ല. നിങ്ങടെ വാടായി. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു.